ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങ അരച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീൻ വെച്ചിട്ടും ഈ രീതിയിലുള്ളൊരു കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ കറിയിലേക്ക് ചേർക്കാനുള്ള മുളക് ഞാൻ ഇതേപോലെ വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണക്കമുളക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഡ്രൈ ആയിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചിരകി എടുത്തത്. പിന്നെ ഒരു 6 ചുവന്നുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്. ഇനി നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന ആ ഒരു ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ചട്ടി ഞാൻ സ്റ്റൗവിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേക്കും 1/2 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചിയും 1 ടീസ്പൂണ് വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു 1/2 കപ്പ് അളവിൽ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഉള്ളിയുടെ ആ ഒരു കളറൊന്ന് ചെറിയ രീതിയിൽ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക കളർ ഉണ്ടാവും കേട്ടോ. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടിയില്ലേ, അതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്ന് വെച്ചാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതേപോലെ തയ്യാറാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചിട്ട കറി നമ്മൾ പെട്ടെന്ന് കറി ഒന്ന് കേടായി പോകില്ലേ. ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കറി 2 ദിവസമായാലും കേടായി പോകില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അളവിലുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മുടെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള പുളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുത്തത്. വാളംപുളിക്ക് പകരമായിട്ട് കുടംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടല്ലോ. ഈ സമയത്ത് ഞാനൊരു 3/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നീട് ഇടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഒരു തുണി ഉപയോഗിച്ചിട്ട് ചട്ടി ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അല്ലെങ്കിൽ ആ കഷ്ണങ്ങളൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കണതാണ്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചും കൂടി എടുക്കാം. നമ്മൾ മീൻകറിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ സാധാരണ ഇതേപോലെ താളിച്ചിട്ട് തയ്യാറാക്കി എടുക്കൽ വളരെ കുറവായിരിക്കും. കറി റെഡിയായതിനു ശേഷം അതിന് മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ കൂടുതലും തയ്യാറാക്കി എടുക്കാറ്. പക്ഷേ നിങ്ങൾ ഏത് രീതിയിലുള്ള മീൻകറി തയ്യാറാക്കി എടുക്കുമ്പോഴാണെങ്കിലും ഇതേപോലെ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്ത് തയ്യാറാക്കി നോക്കുക കേട്ടോ. ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ താളിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി പറഞ്ഞ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അതിന് കൂടി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.